വീണ്ടും സ്വാഗതം ന്യൂസ് ടിക്കോട്ടിലേക്ക്. അതിർത്തി തർക്കമടക്കമുള്ള കാരണങ്ങളാൽ ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിന് മുകളിൽ പതിറ്റാണ്ടുകളായി ഉരുണ്ടുകൂടി കിടന്നിരുന്ന കാർമേഘം പതുക്കെ നീങ്ങുന്ന ആശ്വാസകരമായ സന്തോഷകരമായ കാഴ്ചയാണ് ഇന്നിപ്പോൾ കണ്ടത്. ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഒരു ചൈനീസ് വിദേശകാര്യമന്ത്രി സന്ദർശനത്തിനെത്തുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും അജിത് ഡോവലുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയിൽ അതിനിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു. എന്തൊക്കെയാണ് ആ തീരുമാനങ്ങൾ? ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു നല്ല ബന്ധത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അതിർ തർക്കം തീർക്കാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. പതിറ്റാണ്ടുകളായി വിവിധ മേഖലകളിലെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന പ്രശ്നം, ഉഭയകക്ഷി പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് ഇന്ത്യയും ചൈനയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിർത്തി നിർണയം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്കാണ് ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും കടക്കുന്നത്. ഇനി നിയന്ത്രണ രേഖയില്ല സ്ഥിരമായ അതിർത്തി. നിലവിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് പകരം സ്ഥിരമായ അതിർത്തി നിർണ്ണയിക്കുക എന്നതാണ് ഇതിന്റെ ഭാഗമായി ആദ്യം ചെയ്യുന്നത്. വാങ് യി അജിത് ഡോവൽ കൂടിക്കാഴ്ചയാണ് ഇതിൽ നിർണായകമായത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നടത്തിയ ചരിത്രപരമായ ചർച്ചയാണ് ഈ തീരുമാനങ്ങളിൽ വഴിത്തിരിവായത്. തർക്കമില്ലാത്ത മേഖലകളിൽ ആദ്യം തീരുമാനം എന്നതാണ്. കൂടിക്കാഴ്ചയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ രാജ്യങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ആദ്യഘട്ടത്തിൽ ഇരുഭാഗത്തും തർക്കമില്ലാത്ത പ്രദേശങ്ങളിലായിരിക്കും തീരുമാനമുണ്ടാവുക എന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ തീരുമാനമെടുക്കാൻ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാൻ തീരുമാനമായിരിക്കുന്നു. അതിർത്തി നിർണയത്തിന്റെ ഭാഗമായി ആദ്യം വിദേശകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കും. പിന്നീട് അതിർത്തിയിൽ ഇരുഭാഗത്തും തർക്കം അധികമില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തും. രണ്ടാം ഘട്ടത്തിൽ പുതുതായി രൂപീകരിച്ച സമിതി ഇരുന്ന് തർക്കമേഖലകളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഇരു രാജ്യങ്ങൾക്കും പ്രശ്നമില്ലാത്ത തരത്തിൽ അതിർത്തി നിജപ്പെടുത്താനും തീരുമാനമായിരിക്കുന്നു. സ്വാഭാവികമായും ഏതൊക്കെ മേഖലകളിലാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ തർക്കം നിലനിൽക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിലേക്കാണ് ഇനി പോകുന്നത് നമ്മൾ. പശ്ചിമ മേഖലയിൽ ജമ്മു കശ്മീർ ലഡാക്ക് അതിർത്തിയിലാണ് ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിടുന്ന ജമ്മു കശ്മീർ ലഡാക്ക് അതിർത്തി മേഖലയിലാണ് ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അവിടെ ഇന്ത്യയുടെ പ്രദേശങ്ങൾ ചൈന വ്യാപകമായി കയ്യേറിയ മേഖലകളൊക്കെ തിരിച്ചു കിട്ടണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഇനി മധ്യമേഖലയിലേക്ക് വന്നാൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അതിർത്തിയിൽ ഇന്ത്യയും ചൈനയുമായി ബോർഡർ പങ്കിടുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും അതിർത്തിയിലും കാര്യമായ മേഖല ഇന്ത്യയുടെ ഭാഗങ്ങൾ ചൈന കയ്യേറിയിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ തിരികെ കിട്ടണം എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം. ഇനി കിഴക്കൻ മേഖലയിലേക്ക് വന്നാൽ അരുണാചൽ പ്രദേശും സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലയിലും ഇന്ത്യയുടെ ഏറിയ പങ്കും ഭാഗങ്ങൾ ചൈന അനധികൃതമായി കൈവശം വയ്ക്കുന്നുണ്ട്. ആ മേഖലകളും തിരികെ കിട്ടണമെന്നതാണ് കാലങ്ങളായി ഇന്ത്യയുടെ ആവശ്യം. അതിലും ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോകുന്നു. ഗാൽവാനിലെ സേനാ സാന്നിധ്യം പിൻവലിക്കാനും കൂടി ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഓഗസ്റ്റ് 31 ചൈനയിലേക്ക് പോകുന്നുണ്ട്. അവിടെ സന്ദർശിക്കുമ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, നടത്തേണ്ട ചർച്ചകൾ, അതിനെക്കുറിച്ചുള്ള അജണ്ടകൾ പിന്നീട് തീരുമാനിക്കുമെന്നും ഇന്നിപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിലുണ്ട്. ഇനി ഇങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പ്രേരകമായത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ വേഗത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രേരണയായത് US-ന്റെ താരിഫ് ഭീഷണിയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള താരിഫ് ഭീഷണി ആദ്യം നേരിട്ടത് ചൈനയാണ്. പിന്നീട് അത് ഇന്ത്യയെയും ബാധിച്ചു. ഇന്ത്യയും US ഉന്നമിട്ടു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കക്കെതിരെ വൈരം മറന്ന് ഒന്നിച്ച് നീങ്ങാം എന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യയും ചൈനയും എത്തുന്നു. അമേരിക്കക്കെതിരെ ഒരു വശത്ത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കടുത്ത നയതന്ത്ര പ്രതിഷേധമുണ്ടാകുന്നു. നേരത്തെ ചൈനയാണ് ഇത് കാര്യമായി ബാധിച്ചിരുന്നത്. ചൈന ഓൾറെഡി അമേരിക്കക്കെതിരെ വലിയ എതിർപ്പുകൾ പ്രകടിപ്പിച്ചൊരു സ്ഥിതിയും കൂടിയുണ്ട്. അപ്പോൾ അമേരിക്ക ഈ രീതിയിൽ കയറ്റുമതി അധിക തീരുവ ഏർപ്പെടുത്തി രണ്ട് രാജ്യങ്ങളെയും വീർപ്പ് മുട്ടിക്കുമ്പോൾ ഒന്നിച്ചു നിന്ന് അമേരിക്കയെ നേരിടാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തും. എന്തായാലും കാലങ്ങളായി ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തിന് മുകളിൽ, നയതന്ത്ര ബന്ധത്തിന് മുകളിൽ ഉരുണ്ടുകൂടിയിരുന്ന അകൽച്ചയുടെ കാർമേഘങ്ങൾ നീങ്ങിക്കൊണ്ട്
കുറെ കൂടി അയൽ രാജ്യങ്ങൾ ഒന്നിക്കാൻ പോകുന്നു എന്നത് ആശ്വാസകരവും സന്തോഷകരവുമായ വാർത്തയാണ്. അതിന്റെ കൂടുതൽ നടപടികളിലേക്ക്, കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും വരും ദിവസങ്ങൾ കടക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്.